ഹായ് കൂട്ടുകാരെ, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. അപ്പം അതെ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്നറിയോ? ഏതാണെന്നൊന്ന് പറയണേ, അടി കമൻറ്റ് ചെയ്യണേ. അപ്പോഴത്തേക്കും നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തോട്ട് എത്തണമെങ്കിൽ ഒരു വഴി പറഞ്ഞു തരട്ടെ. അതായത് കുടുക്കയില്ലേ, കുടുക്കയ്ക്കകത്ത് പൈസ ഇടണം, എന്നിട്ട് കലണ്ടറെ എഴുതി വെക്കണം. നമ്മൾ എത്ര രൂപ ഇട്ടെന്നുള്ളത് കലണ്ടർ എഴുതി വെക്കണം. അതായത് ഇന്നത്തെ ഡേറ്റിന് അനുസരിച്ച് നമ്മൾ എത്ര രൂപ ഇട്ടെന്നുള്ളതിന് അടി കലണ്ടർ എഴുതി വെക്കണം. 10 രൂപയാണെങ്കിൽ 10 രൂപ, 50 രൂപ 50 രൂപ, അത്രയും രൂപ എഴുതി വെക്കണം. അപ്പോഴത്തേക്കും അതനുസരിച്ച് കുടുക്കയ്ക്കകത്ത് ഇടണം. അപ്പം അങ്ങനെ ഒരു മാസം ആകുമ്പോൾ എത്ര രൂപയാകുന്നു നമുക്കൊരു ഊഹം വരും. അപ്പം അതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാൻ പറ്റും. അന്നേരം ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ എന്തായാലും ലഡാക്ക് പോകും. എൻ്റെ ആഗ്രഹം ലഡാക്ക് പോകാനാണ്. ഞാനപ്പോൾ ലഡാക്ക് പോകും. ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ ലഡാക്ക് പോകും. അപ്പോൾ ലഡാക്കിലോട്ട് പോകണമെങ്കിൽ തന്നെ മിനിമം ഒരു 1,00,000 രൂപയിലും വേണം. അപ്പം ഞാൻ ഇന്ന് മുതൽ സേവിങ് തുടങ്ങാൻ പോവുക. അതായത് കുടുക്കിക്കകത്ത് 10 രൂപ ഇട്ടിട്ട് കലണ്ടറെ എഴുതി എടുക്കും, 10 രൂപ ഇട്ടെന്ന്. അപ്പം അതനുസരിച്ച് ഓരോ മാസം കഴിയുമ്പോൾ എത്ര രൂപ ആകുമെന്ന് നമുക്കൊരു ഊഹം വരുമല്ലോ. അപ്പോഴത്തേക്കും കലണ്ടറെ എഴുതി ഇടണം. അപ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളും മേടിക്കാം. അതനുസരിച്ച് നമുക്ക് ട്രിപ്പ് പോകാം. പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതനുസരിച്ച് എനിക്കിഷ്ടം ട്രിപ്പ് പോകാനാണ്, ട്രാവലിങ് ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോഴത്തേക്ക് ഞാൻ ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ ട്രിപ്പ് പോകും, ലഡാക്ക് പോകും കൺഫേം ആയിട്ട്. ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ലഡാക്ക് പോകും. അതായത് ഒരു ജാനുവരി ഒക്കെ ആകുമ്പോൾ ഞാൻ ലഡാക്ക് പോകും കൺഫേം ആയിട്ട്. ഫോണിൻ്റെ EMI, വണ്ടിയുടെ EMI എല്ലാം കഴിഞ്ഞിട്ട് കൺഫേം ആയിട്ട് ഞാൻ ലഡാക്ക് പോകും. അതുവരെ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതറിയോ? ഞാൻ ചെയ്യുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൂട്ടി വെക്കും. 10 രൂപയാണ് 10 രൂപ, 50 രൂപയാണ് 50 രൂപ. ഇപ്പം ഞാൻ ഇടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 50 രൂപയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഒരു 10,000 രൂപയിലും ആകും. 10,000 രൂപയിലും കുടുക്കിക്കകത്ത് കിടക്കും. അപ്പോൾ 50 രൂപ ഇട്ട് കഴിഞ്ഞാൽ സേവായിട്ട് അവിടെ കിടന്നോളൂ, നമുക്കത് എടുക്കണ്ടല്ലോ. അപ്പം എന്തായാലും ജാനുവരി കഴിയുമ്പം കൺഫേം ആയിട്ട് ഞാൻ ലഡാക്ക് പോകും. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ലഡാക്ക് പോകണമെന്ന്. അത് ഞാൻ എന്തായാലും സാധിക്കും. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗോപ്രോയാണ്. അപ്പോൾ ആ ഗോപ്രോ എടുക്കാനുള്ള പൈസയും കൂടെ ഞാൻ ഉണ്ടാക്കും. ഗോപ്രോ എടുക്കാനുള്ളത് കൂടെ ഞാൻ നോക്കും. ഗോപ്രോയ്ക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പോയി അന്വേഷിച്ചായിരുന്നു. അപ്പോൾ അതിനപ്പോൾ ഒരു 10,000 രൂപ ആകുമെന്നാണ് പറയണത്. അപ്പോൾ EMI ഒക്കെ എടുക്കണമെങ്കിൽ ഒരു 5,000 രൂപ കൈ വേണം. അപ്പോൾ അതിനനുസരിച്ച് റെഡി പൈസയ്ക്ക് എല്ലാം സാധനം എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ അത് കഴിഞ്ഞ് പർച്ചേസിങ് സാധനങ്ങൾ അതിനൊക്കെ പൈസ വേണമല്ലോ. അപ്പം നിങ്ങളെന്നാന്ന് വെച്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിടുന്ന പൈസ എത്രയാണോ അതനുസരിച്ച് കലണ്ടറെ കുറിച്ചിട്ടിട്ട്, അതായത് ഒരു വർഷം കഴിയുമ്പോൾ ഇല്ലേ 4 മാസം കഴിയുമ്പോൾ എത്ര രൂപയാകുമെന്ന്. അപ്പം നിങ്ങൾക്കൊരു ഇതുണ്ടല്ലോ, എന്താ പറയുക, നിങ്ങൾക്കൊരിതുണ്ടല്ലോ, 4 മാസം കഴിയുമ്പോൾ കുടുക്ക പൊട്ടിക്കും. എന്നുവെച്ചാൽ ചുമ്മാ കുടുക്ക പൊട്ടിക്കുമല്ല, പൈസ ഇട്ട് കഴിഞ്ഞ് അത് നിറഞ്ഞ് കഴിയുമ്പോൾ കുടുക്ക പൊട്ടിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ മേടിക്കാനുള്ള പൈസയാകും. അപ്പം ഞാൻ എന്തായാലും ജാനുവരി ആകുമ്പോൾ ലഡാക്ക് പോകും ഉറപ്പായിട്ട്. ലഡാക്ക് പോകാനാണ് എനിക്ക് എൻ്റെ ആഗ്രഹം. എൻ്റെ ചെറുപ്പം മുതലുള്ളൊരാഗ്രഹം. കേരള ടു കാശ്മീർ അത് ഞാൻ പോയിരിക്കും.
നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഞാനത് പോയിരിക്കും കൺഫേമായിട്ട്. നിങ്ങൾ ഇപ്പോഴത്തെ പിള്ളേരോട് പറയാനുള്ള, നിങ്ങൾക്കിഷ്ടമുള്ള എന്താണോ അത് ചെയ്യുക. അല്ലാണ്ട് ഈ കഞ്ചാവിന് ഇതിനു വേണ്ടിയിട്ടൊന്നും നടക്കാതെ. ട്രിപ്പ് പോകാനാണോ ഇഷ്ടം? ട്രിപ്പ് പോകും. അത് ഇപ്പോഴൊന്നും പോകണ്ട. ഇപ്പോഴൊക്കെ പ്രളയവും കാര്യങ്ങളൊക്കെ വെള്ളപ്പൊക്കമൊക്കെ. അപ്പോഴത്തേക്കും വെള്ളപ്പൊക്കം എല്ലാം കഴിഞ്ഞ് എല്ലാം ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ കൂട്ടുകാരോടൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് വെറുതെ വീട്ടിൽ കുത്തിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ എന്തായാലും ഇന്ന് തൊട്ട്, ഞാൻ ഇന്നലെ എന്തായാലും ഒരു 10 രൂപ ഇട്ടിട്ടുണ്ട്. ഇന്നലെ സ്റ്റാർട്ടിങ് തുടങ്ങി. ഇന്നലെ ഒരു 10 രൂപ ഇട്ടിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് ഞാൻ കൺഫേമായിട്ട് 10 രൂപ കൂട്ടി ഇട്ട് എന്നാ പറയുക, എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കണം. അതായത് ഒരു ഗോപ്രോ മേടിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കണം. പിന്നെ വണ്ടിയുടെ എല്ലാം കാര്യങ്ങളും നോക്കണം. അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ലഡാക്ക് പോകുന്നത്. അപ്പം ലഡാക്ക് ഞാൻ 1 വർഷം കഴിയുമ്പോൾ എന്തായാലും ഞാൻ പോകും. ലഡാക്ക് ഞാൻ 1 വർഷം കഴിയുമ്പോൾ ഞാൻ പോകും. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം, ലഡാക്ക് എത്തണം. ഇപ്പോൾ ജാനുവരി ഒക്കെ കഴിയുമ്പോൾ എന്തായാലും കൺഫേമായിട്ട് ഞാൻ പോകും. അതുവരെ പൈസ ഇട്ടുകൊണ്ടേ ഇരിക്കും. ലഡാക്കിന് വേണ്ടി ബാക്കി പൈസയും കാര്യങ്ങളെല്ലാം വേണമല്ലോ. ലഡാക്ക് എത്തിക്കഴിയുമ്പം പെട്രോളിനും ഇതിനും എല്ലാം പൈസ വേണമല്ലോ. അപ്പോഴത്തേക്കും ഞാൻ പോകൂടാ, ഞാൻ എത്തും. ഞാൻ ലഡാക്ക് പോയിരിക്കും. അതാണ് എൻ്റെ ഏക ലക്ഷ്യം. നമ്മളെ പുച്ഛിക്കുന്നവരുണ്ടായിരിക്കും, നമ്മളെ കളിയാക്കുന്നവരുണ്ടായിരിക്കും, നമ്മളെ അടിച്ച് താഴ്ത്തുന്നവരുണ്ടായിരിക്കും, നമ്മളൊന്നും എത്തിയില്ല, ഒരു സ്ഥലത്ത് എത്തിയില്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. ആമാരൊക്കെ മുമ്പിൽ വെല്ലുവിളിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അവിടെയാണ് നമ്മുടെ പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ബായ്. അപ്പം നിങ്ങൾക്കിഷ്ടമുള്ള എല്ലാ കാര്യവും നിങ്ങൾ ചെയ്യുക. ലഹരിയുടെ പുറകിൽ മാത്രം പോയേക്കരുത്. ലഹരി അത് ചെകുത്താൻ്റെ പണിയാണ്. അപ്പം അത് നമുക്ക് വേണ്ട, ആ പണി നമുക്ക് വേണ്ട. അപ്പോൾ ബായ്. അടുത്ത വീഡിയോ ഇടുന്നതിനും വരെ കാണാം. എനിക്ക് എന്നാ ഈ യൂട്യൂബിനകത്ത് ഇങ്ങനെ പറയാനൊന്നും അറിയത്തില്ല. അപ്പം എൻ്റെ എന്തെങ്കിലും പിന്നെ എന്താ അതിന് പറയുക, ഞാൻ പറയുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് എനിക്ക് എല്ലാവരും ഒന്ന് പറഞ്ഞു തരണം. യൂട്യൂബിനകത്ത് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ആൾക്കാരോട് ഇടപെടേണ്ടതെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ജാനുവരിയിൽ എന്തായാലും ഞാൻ ലഡാക്ക് പോകും കൺഫേമായിട്ട്. എൻ്റെ ഡ്രീമാണ് എനിക്ക് ലഡാക്കിൽ പോകണം എന്നുള്ള ഡ്രീമാണ്. എനിക്ക് ഇന്ത്യൻ ആർമീനെ കാണണം. അതുപോലെ തന്നെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ച് തരണം എന്നുള്ളൊരു ലക്ഷ്യം എനിക്കുണ്ട്. എന്തായാലും ഞാൻ ഇവിടുന്ന് കേരള ടു കാശ്മീർ എന്തായാലും ഞാൻ പോയിരിക്കും. അപ്പം ഇവിടുന്ന് ഡൽഹി വരെ എത്തണമെങ്കിൽ നല്ല പൈസയാകും. അപ്പോഴത്തേക്കും എന്നാ ചെയ്യുക, ഞാനിവിടുന്ന് കോട്ടയത്തുനിന്ന് വണ്ടിയെ കയറ്റി വിടും. ട്രെയിനെ കയറ്റി വിടണമെങ്കിൽ ഒരു 2000 രൂപയൊക്കെ ആകും. അതിന് കുറച്ച് എമൗണ്ടൊക്കെ മാറ്റി വെക്കണം. അത് മാറ്റി കഴിഞ്ഞ് നമ്മുടെ ഡൽഹിയിലെത്തിക്കഴിയുമ്പോൾ അവിടുന്ന് ഉള്ള ചിലവും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ പൈസയും കാര്യങ്ങളൊക്കെ വേണം. അപ്പം എന്തായാലും ഞാൻ ലഡാക്ക് എത്തിയിരിക്കും. ജാനുവരി ഞാൻ ലഡാക്കിൽ പോയിരിക്കും. നമ്മളെ കളിയാക്കുന്നവർ കുറേ കാണും, പോകാൻ പറ. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് മൈൻഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനോട് സമയം കാണത്തുള്ളൂ. അപ്പോഴത്തേക്ക് അതൊന്നും മൈൻഡ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല.
അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്, ചിലപ്പോൾ നിങ്ങൾക്കത് കിട്ടും. ഞാൻ ഇന്നലെ ഒരു 10 രൂപ കുടുക്കകത്ത് ഇട്ടു. ഇനിയിപ്പോൾ ഇന്നും 10 രൂപ കുടുക്കകത്ത് ഇട്ടു. അങ്ങനെ ഇട്ടിട്ടിട്ട് പൈസ കൂടുതലാകുമ്പോൾ ഞാനൊരു ഗോപ്രോ മേടിക്കും. കൺഫേം ആയിട്ട് ഒരു ഗോപ്രോ മേടിക്കും. ഗോപ്രോയ്ക്ക് ഒരു 10,000 രൂപയൊക്കെ ആകും. അപ്പം എന്തായാലും ഞാൻ ഒരു ഗോപ്രോ മേടിക്കും, വീഡിയോസൊക്കെ ചെയ്യാം. ബാക്കി ഒരു നല്ലൊരു ഹെൽമെറ്റ് മേടിക്കണം, ജാക്കറ്റ് മേടിക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടോ. അതൊക്കെയാണ് എൻ്റെ ലക്ഷ്യങ്ങൾ. ട്രാവലിംഗ് ചെയ്യാനാണ് എൻ്റെ ലക്ഷ്യങ്ങൾ. ഇപ്പം എന്തായാലും ഒന്നും നടക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം എങ്ങും പോകാനൊന്നും പറ്റത്തില്ല. എന്തായാലും സമയമാകുമ്പോൾ ഞാൻ നടത്തി കാണിക്കും. ജാനുവരി ഒന്നും ആയിക്കോട്ടെ. അതുവരെ ഉള്ള പൈസ എല്ലാം ഞാൻ കൂട്ടി വെച്ചിട്ട് ഉറപ്പായിട്ടും ഞാൻ പോയിരിക്കും. ലഡാക്ക് ഞാൻ പോയിരിക്കും. കാശുള്ളവനെ കൊണ്ട് മാത്രമല്ല പറ്റുന്നത്, കാശില്ലാത്തവനെ കൊണ്ടും പറ്റും. നമ്മൾ പോയി കാണിച്ചു കൊടുക്കണം. ബൈ. അടുത്ത വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അതുവരേക്കും ബൈ.